മനുഷ്യ വന്യമൃഗ സംഘർഷം രൂക്ഷമാകുമ്പോഴും സർക്കാർ സ്വീകരിക്കുന്ന നയം അനങ്ങാപ്പാറ നയം തന്നെയാണ്. കാരണം ചില മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നു, ഉന്നതതല യോഗം എന്ന പേരിട്ട് വിളിക്കുന്ന ചില യോഗങ്ങൾ നടക്കുന്നു, അടിക്കടി ആ യോഗങ്ങൾ ചേരുന്നുണ്ട്. പക്ഷേ പ്രായോഗികമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ജനങ്ങളിൽ ഭീതിയിൽ തന്നെ തുടരുന്നത്. കാട്ടാനയും കടുവയും ഇറങ്ങി മനുഷ്യജീവനുകൾ പൊലിയുമ്പോഴും സർക്കാർ നടപടികളെല്ലാം ഫയലിൽ രേഖപ്പെടുത്തപ്പെട്ട ചില നടപടികൾ ഒതുങ്ങുകയുമാണ്. ഏതായാലും വനമന്ത്രിയുടെ വസതിയിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ വിഷയം വളരെ ഗൗരവത്തോടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ അടുത്തടുത്ത ഈ 2 മരണങ്ങൾ സംഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി. കാരണം ഉന്നതതല യോഗം ചേരാനിരിക്കുമ്പോൾ തന്നെ അടുത്ത മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതിനെതിരെ വനമന്ത്രി അല്ലെങ്കിൽ ഇതിനോട് അനുബന്ധിച്ച് വനമന്ത്രി നിയമസഭയിലെടുത്ത നിലപാടുകളിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അദ്ദേഹം ഉപയോഗിച്ച പല വാക്കുകളും പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ സർക്കാർ ഉന്നതതല യോഗം ചേരുകയും നടപടികൾ ഫയലിലെടുത്ത് വയ്ക്കുകയും ചെയ്യുന്നു ഒരു വശത്ത്. മറ്റൊരു വശത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്താണ് ജനം പ്രതീക്ഷിക്കേണ്ടത് എന്ന് പറയുന്ന ഈ ഭയത്തിൽ നിന്ന് അവർ ഇങ്ങനെ ചോദിക്കുകയാണ്, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. വിവരങ്ങൾ എന്താണ് പ്രശാന്ത്? വീണ, ജനങ്ങൾക്ക് ഭയത്തിൽ ജീവിക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുമുള്ളത്. നടപടിക്രമങ്ങൾ എന്ത് എടുക്കുന്നു എന്നതിലൊന്നും കാര്യമായ ഒരു അതായത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ യോഗങ്ങൾ ചേരുന്നതല്ലാതെ കാര്യമായ മറ്റ് നടപടിക്രമങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. കാരണം ഇത്തരത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ട സമയത്ത് ആ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്നു എന്നതാണ്. അതിന് യാതൊരു കുറവുമില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമ്മളൊരു ജില്ലകൾ മാത്രമോ അല്ലെങ്കിൽ ഒരു സ്ഥലം മാത്രമോ കേന്ദ്രീകരിച്ച് പറയേണ്ട ഒരു വിഷയമല്ല. ഈ സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ ഈ കാടിനോട് ചേർന്ന് കിടക്കുന്ന വനപ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഭൂമികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം വന്യജീവിയുടെ ആക്രമണമുണ്ട്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിലും കടുവയായും പുലിയായും ആനയായും കാട്ടുപന്നിയായും അങ്ങനെ വിവിധ ജന്തുക്കളുടെ ഒരു ആക്രമണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ മേഖലകളിലെല്ലാം വലിയ പ്രതിഷേധമുണ്ട്. നേരത്തെ ഇപ്പോൾ അർജുൻ പറഞ്ഞതുപോലെ തന്നെ ഹർത്താൽ അടക്കമുള്ളവ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്ത് അടിയന്തരമായിട്ടുള്ള നടപടികൾ എന്ത് സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉന്നതതല യോഗങ്ങൾ കൂടുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും നീങ്ങുന്നില്ല, ചലിപ്പിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നില്ല. ജനങ്ങൾ ഭീതിയിലാണ്. പല സ്ഥലങ്ങളിലും ജനങ്ങൾ ഭീതിയിൽ കഴിയുന്നു. ജനങ്ങളുടെ ആശങ്ക വളരെയേറെ വർദ്ധിക്കുന്നു. കാരണം തുടർക്കഥയായി മരണങ്ങൾ ഉണ്ടാകുന്നു. പുലി പിടിച്ചു കൊണ്ടുപോകുന്നു, കടുവ പിടിച്ചു കൊല്ലുന്നു, ആന ഇറങ്ങിയുന്നു. ഇങ്ങനെ തുടർക്കഥയായി തുടരെ മരണങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരങ്ങൾ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും കാര്യക്ഷമമായിട്ടൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രതിഷേധത്തിന് കാരണമാകുകയും ചെയ്യുന്നത്. നിയമസഭയിലടക്കം മന്ത്രി പ്രയോഗിച്ച വാക്കുകൾ പോലും അതിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. എന്നിട്ടും ഇത്രയും ഒക്കെ ഉണ്ടാകുമ്പോഴും ആ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇത്തരം ജനങ്ങൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സർക്കാർ എന്ത് സ്വീകരിക്കുന്നതിലാണ് ഏറ്റവും അല്ലെങ്കിൽ എന്ത് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്നാൽ നമുക്കറിയാം ഇത്രയും കാലം ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു മാസക്കാലമായിട്ട് ഇപ്പോൾ തുടർക്കഥയായിട്ട് വരും ദിവസങ്ങളിൽ ഇങ്ങനെ തുടർക്കഥയായിട്ട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിൽ ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല. അത്തരത്തിൽ യോഗങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. ഈ യോഗങ്ങൾ നടന്നുകൊണ്ട് മാത്രം പ്രയോജനം ഉണ്ടാകുന്നില്ല. നമുക്കറിയാം നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങളായി വിമർശനം ഉന്നയിപ്പിക്കുന്നു. ബി.ജെ.പിയുടെ ഭാഗത്ത് വിമർശനങ്ങൾ വരുന്നു, ബി.ജെ.പിയുടെ അധ്യക്ഷന്റെ ഭാഗത്ത് വിമർശനങ്ങൾ വരുന്നു. ഇങ്ങനെ പല ഭാഗങ്ങളിലും വിമർശനങ്ങളും ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത്തരം പ്രദേശങ്ങൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ എന്ത് നിലപാട് അല്ലെങ്കിൽ എന്ത് രീതിയിൽ പ്രതിരോധിക്കാം എന്ന കാര്യങ്ങളിലേക്കാണ് ഒരു പ്രായോഗികമായ നിലപാട് സ്വീകരിക്കുന്നതിൽ സർക്കാരിന് അല്ലെങ്കിൽ വനം വകുപ്പിന് വീഴ്ച സംഭവിക്കുന്നു വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നമുക്കറിയാം ഈ കാടിറങ്ങുന്ന സാഹചര്യം എന്താണുള്ളത്. അതിന് ഓരോ ജന്തുക്കളും സഞ്ചരിക്കുന്നതിന് പ്രത്യേകം വഴികളുണ്ട്, ടെറിട്ടറികളുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. അങ്ങനെ ഉള്ള സമയത്ത് ഇത്തരത്തിൽ എന്തുകൊണ്ട് ഇതേക്ക് പുറത്തേക്ക് വരുന്നു അല്ലെങ്കിൽ ഇതിനെ ഉൾക്കാട്ടിലേക്ക് പറഞ്ഞയക്കാൻ എന്താണ് നടപടികൾ സ്വീകരിക്കേണ്ടത്? മാത്രമല്ല ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുവാൻ എന്തൊക്കെ രീതിയിൽ ഉള്ള നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത്? അതിൻ്റെ പ്രായോഗിക നിലപാടുകളാണ് ഈ സമയത്ത് വേണ്ടത്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങളെ അവരുടെ ഭീതി അകറ്റിക്കൊണ്ട് സ്വീകരിക്കേണ്ട പ്രായോഗിക നടപടികൾ, ആ പ്രായോഗിക നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്നാൽ ഉണ്ടാകുന്ന ഒരേ ഒരു കാര്യം ഈ ഉന്നത തല യോഗങ്ങൾ മാത്രമാണ്. ഈ ഉദ്യോഗസ്ഥരെയെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് വനമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ ചേർന്നുള്ള ഉന്നതതല യോഗങ്ങൾ നടക്കുന്നുണ്ട്. അതിന് യാതൊരു കുറവുമില്ല. എന്നാൽ പ്രായോഗികമായിട്ട് ആത്യന്തികമായിട്ട് വേണ്ട ആവശ്യങ്ങൾ എന്താണോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ആശങ്കയായി നിൽക്കുന്നത് അതിനൊരു പരിഹാരം കാണുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് എടുത്തു പറയേണ്ടത്. അതാണ് വിമർശനമായി ഉയരുകയും ചെയ്തത്. വീണ. അതെ, തീർച്ചയായും ഈ ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണം തടയുന്നത് സംസ്ഥാന സർക്കാർ കൃത്യമായ കാര്യത്തിൽ ഇടപെടണമെന്നുള്ള നിലയിലാണ് കഴിഞ്ഞ ദിവസവും കേന്ദ്ര സർക്കാർ
അതിന്മേൽ അഭിപ്രായം പറഞ്ഞത്. അഷ്റഫ് പറയുന്നു കേന്ദ്രവും കേരളവും ഒന്നും വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് ഹർത്താലല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുന്നു. പക്ഷേ കേരള സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് മാത്രമല്ല, വയനാട്ടിൽ ഇപ്പോൾ MP ആരാണ്? പ്രിയങ്കയാണ്. പ്രിയങ്ക ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചോ? ഇതുവരെയും അങ്ങനെ ഉന്നയിച്ചതായി കേൾക്കുന്നില്ല. അപ്പോൾ ആ വിഷയം കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ അവിടുത്തെ ജനപ്രതിനിധികൾക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം. അതാണ് നമ്മൾ ഈ അവസരത്തിൽ പറയാനുള്ളത്.